ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്ന കളികൾ, അതിൽ ചില അത്ഭുതങ്ങളുണ്ടായി, പ്രതീക്ഷിക്കാത്ത വിജയങ്ങളുണ്ടായി. പക്ഷെ എന്നാലും അതിനകത്ത് തോറ്റ ടീമുകളൊക്കെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുന്ന ടീമുകളൊന്നുമല്ല. ഇപ്പം ബയൺ മ്യൂണിക്ക് ആയാലും ശരി, റിയൽ മാഡ്രിഡ് ആയാലും ഒക്കെ തന്നെ നമുക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണേഴ്സപ്പ് ആയിരുന്നല്ലോ അല്ലേ, മറ്റേ ഡോട്ട്മണ്ട്. എന്നാൽ പോലും നമുക്ക് നല്ല കളികളായിരുന്നു. അതിൽ ഏറ്റവും നല്ല കളി എന്ന് പറയുന്നത് ബാഴ്സലോണ ജയിച്ച കളിയാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പൊതുവെ ഈ 4 കളികളെയും ദിലീപ് വിലയിരുത്തുന്നത്? ഇന്നലത്തെ 2 കളികളും വൺ സൈഡഡ് ഞാൻ പറയില്ല. ഡോട്ട്മണ്ടിനും കുറെ ചാൻസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില്. ആസ്റ്റൺ വില്ല കുറെ ഒരു ആദ്യത്തെ പകുതി പിടിച്ചു നിന്നു PSG എതിരെ. പക്ഷെ ആ 2 ടൈം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല ഈ 2 ടീമിനും തിരിച്ചു വരാൻ പറ്റുന്നു. ആദ്യത്തെ ദിവസത്തെ 2 അട്ടിമറി ജയങ്ങളായിരുന്നു ആഴ്സണലിന്റെ പ്രത്യേകിച്ചും. പിന്നീട് മറ്റേ ഇന്റർ മിലാന്റെ അതെ, എന്നുവെച്ചാൽ ബയൺ മ്യൂണിക്കിന് 22 മാച്ചായിട്ട് ആരും ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ ഹോം മാച്ചിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല 2021 ശേഷം. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വലിയ അട്ടിമറിയായിരുന്നു. ഇതിനകത്ത് ഇന്നലത്തെ കളിയിൽ ബാഴ്സലോണയുടെ കളി എങ്ങനെയാണ്? കാരണം അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇതിലും, അതായത് ഒരു ഒഫൻസീവ് മൂഡിലും അവർ ഗംഭീരമായിരുന്നു, ഡിഫെൻസീവ് മൂഡിലും ഗംഭീരമായിരുന്നു, മിഡ്ഫീൽഡിലും ഭയങ്കര മാന്ത്രികമായിട്ടുള്ള കളികളായിരുന്നു. അപ്പോൾ ഒരു വളരെ ഗംഭീരമായ ഒരു കളിയല്ലേ ബാഴ്സലോണയുടെ കളി ഇന്നലത്തത്? അതെ, ബാഴ്സലോണയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം, അതിപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ചിരിക്കും അത് കേട്ടാൽ, പൈസ ഇല്ലാത്തതാണ് അവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കാര്യം. ഈ സീസൺ മാത്രമല്ല, കഴിഞ്ഞ സീസൺ തൊട്ട് ഒരു ബൂട്ട് വാങ്ങാനുള്ള പൈസയും കൂടി ഇല്ല ഇപ്പൊ ക്ലബിന്. അപ്പൊ അത് കാരണം ഈ ചെറുപ്പക്കാരെ അക്കാഡമിയിൽ നിന്ന് കൊണ്ടുവരിക. അങ്ങനെയാണ് ലമീൻ യമാലൊന്നും അല്ലെങ്കിൽ ചിലപ്പോ ഈ 17 വയസ്സിലൊന്നും ടീം കയറില്ലായിരുന്നു. ഇപ്പൊ അല്ലാതെ ഇപ്പൊ ഫെർമിൻ ലോപ്പസ്, പാവ് കുബാസി, കുറെ കളിക്കാർ അങ്ങനെ പൈസ ഇല്ലാത്തത് കാരണം അക്കാഡമിയിൽ നിന്ന് ടീം കയറിയിട്ടുണ്ട്. അത് കാരണം ടീം നന്നായി. അതേപോലെ കോച്ചിന്റെ കാര്യം എടുത്താലും ഹാൻസി ഫ്ലിക്ക് ബയൺ മ്യൂണിക്കിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചതാണ്. പക്ഷെ പിന്നീട് ജർമ്മനി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാ. ആദ്യമായിട്ടാണ് ഒരു ജർമ്മൻ കോച്ചിനെ സാക്ക് ചെയ്യുന്നത്, നാഷണൽ ടീം കോച്ചിനെ. അപ്പോ അദ്ദേഹത്തിന്റെ സ്റ്റോക്കൊക്കെ കുറച്ച് താണിട്ടുണ്ടായിരുന്നു. ജോലി ഇല്ലാത്ത കോച്ചിന് പിന്നെ നമ്മൾ കോമ്പൻസേഷൻ ഒന്നും കൊടുക്കും വേണ്ട. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ റൂബൻ ആമറമിനെ കൊണ്ടുവരാൻ മാത്രം $1 കോടി അധികം കൊടുക്കേണ്ടി വന്നു കോമ്പൻസേഷൻ ആയിട്ട് സ്പോർട്ടിംഗ് ലിസ്ബൺ. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഒരു ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടുള്ള ഒരു കോച്ചിനെ കിട്ടി കുറവ് ചെലവില്. അപ്പൊ ഇതൊക്കെ കൂടി ഒത്തു വന്നിട്ടാണ് ഇപ്പൊ ഇത്രയും നന്നായി കളിക്കുന്നത്. നല്ലൊരു കോച്ചും പിന്നെ അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള കുറെ കളിക്കാരും. പക്ഷെ ഹാൻസി ഫ്ലിക്ക് തന്നെ പറയുന്നുണ്ടല്ലോ, ഡോട്ട്മുണ്ടിന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടീമല്ല അവസാനം ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടോ? അതെ, അത് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എല്ലാ കോച്ചസും അങ്ങനെ പറയുള്ളൂ, കളി കഴിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ബാഴ്സലോണയുടെ ഈ അടുത്തൊരു 7-8 കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ സെക്കൻഡ് ലെഗ് ദുരന്തങ്ങളാണ്. ലിവർപൂളിന് 4-0 തോൽക്കുന്നു, റോമയോട് 3-0, അങ്ങനെ പല മാച്ചുകളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാരണം തീർച്ചയായിട്ടും അവര് റിലാക്സ് ചെയ്യാനൊന്നും പോണില്ല അടുത്ത ആഴ്ച ഡോട്ട്മണ്ട് പോയിട്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഡോട്ട്മണ്ട് ടീമിന് ആ ഒരു ക്വാളിറ്റി ഇല്ല. അവര് ബുണ്ടസ് ലീഗിൽ തന്നെ ഇപ്പൊ 8ാം സ്ഥാനത്താണ്. മിക്കവാറും ചാമ്പ്യൻസ് ലീഗിന് ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ ഒന്നുമില്ല. കോച്ചിനെ ഈ ഇടയ്ക്ക് മാറ്റിയതാണ്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ബാഴ്സലോണ ആണെങ്കിൽ ഇടയ്ക്കൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ യമാൽ ആദ്യം തിരിച്ചു വന്നിട്ട് ആദ്യമായിട്ട് കളിയൊന്ന് നന്നായിട്ടുണ്ട്. ഈ കളിക്കാരുടെ ഇത് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയുടെ കളിയുടെ ഒരു മികവ് നോക്കുകയാണ്, ഇപ്പൊ ലെവൻഡോസ്കി അല്ലെങ്കിൽ യമാൽ, ഈ അങ്ങനെ നോക്കുമ്പോൾ ദിലീപിന് ആ കളിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവും ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്. വ്യത്യാസം ഇപ്പൊ ബാക്കി ടീമുകളെടുത്ത് ഇപ്പൊ റിയൽ മാഡ്രിഡിന്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ആഴ്സണലിന്റെ പ്രശ്നം എന്താ, ലിവർപൂളിന്റെ പ്രശ്നം എന്താ, ഇവർക്കൊന്നും ഒരു ക്വാളിറ്റി നമ്പർ 9 ഒരു സെന്റർ ഫോർവേഡ് ഇല്ല ശരിക്കും. ഈ ടീമുകളൊക്കെ എങ്ങനെയെങ്കിലും വിങ്ങേഴ്സിനെയൊക്കെ മേക്ക് ഷിഫ്റ്റ് സെന്റർ ഫോർവേഡായി വെച്ച് കളിച്ച് മാനേജ് ചെയ്യാണ്. ഇപ്പൊ മെഡ്രിഡ് എടുത്താലും ഇപ്പൊ എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, ഇവർ 3 പേരും ശരിക്കും വൈഡായി കളിക്കാൻ താല്പര്യമുള്ള കളിക്കാരാണ്. അതായത് ആരും അതിൽ നമ്പർ 9 അല്ല. ബാഴ്സലോണയ്ക്ക് ആ ഒരു ഗുണമുണ്ട്. ലെവൻഡോവ്സ്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലത്തെ ഏറ്റവും നല്ലൊരു മികച്ച സെന്റർ ഫോർവേഡ് തന്നെയാണ്. 36 വയസ്സായിട്ടും കൂടി ഈ സീസൺ ഇപ്പൊ 40 ഗോളായി. ഈ 3 കളിക്കാരുടെ കോമ്പിനേഷൻ, ലെഫ്റ്റ് നിന്നുള്ള റഫീനിയ, റൈറ്റ് നിന്നുള്ള യമാലും
ഈ സെന്റർ ഫോർവേഡ് ആയിട്ടുള്ള ലെവൻഡോസ്കി, അത് ആ രണ്ടാമത്തെ ഗോളിന് ആ കോമ്പിനേഷൻ കണ്ടു. യമാലിന്റെ പാസ് റഫീനെ ഹെഡ് ചെയ്തിട്ട് ലെവൻഡോസ്കി ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു കോമ്പിനേഷനെ തടയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പിന്നെ ഇതിൽ ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയുന്നത് ആർസണലിന്റെ വിജയമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യന്മാരെയാണ് ശരിക്കും റയൽ മാഡ്രിഡിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ അത് ആ കളി കണ്ടപ്പോൾ എന്ത് തോന്നിയത്? അല്ല, അത് അർഹിച്ച ജയമായിരുന്നു. അത് അട്ടിമറി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് റിയൽ മാഡ്രിഡിന്റെ കോമ്പറ്റീഷനാണ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞത്. അത് പണ്ട് കാലം തൊട്ട് ആദ്യത്തെ 5 തവണ അവരാണ് ജയിച്ചത്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ 11 സീസണിൽ 6 തവണ ജയിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ബാക്കി കളി എത്ര മോശമായി കളിച്ചാലും ചാമ്പ്യൻസ് ലീഗിൽ വരുമ്പോ അവർക്ക് ജയിക്കാനൊരു വഴി അറിയാം. പക്ഷെ മിനിഞ്ഞാന്നത്തെ കളിയിൽ ശരിക്കും അവര്, എനിക്ക് തോന്നുന്നു ജൂഡ് ബെല്ലിംഗം പറഞ്ഞ വി വർ നോവെയർ നിയർ ഇറ്റ്. ശരിക്കും അത് തന്നെ, അവര് അടുത്തെത്താനും കൂടി പറ്റിയില്ല. ഫസ്റ്റ് ഹാഫിൽ എംബാപ്പയ്ക്കും വിനീഷ്യസിനും 1-2 ചാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ രണ്ടാം പകുതിയൊക്കെ മുഴുവൻ ആർസണലാണ്. പിന്നെ ഡെക്ലാൻ റൈസ് എന്നുള്ള കളിക്കാരന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാ? കാരണം അത് ആദ്യത്തെ 2 ഫ്രീ കിക്കൊക്കെ ഡെക്ലാൻ റൈസ് ചെൽസിയുടെ ജൂനിയർ കളിക്കാരനായിരുന്നു. സ്കൂൾ ബോയ് ആയിട്ട് അവിടെ സൈൻ ചെയ്തതാണ്. അവര് പക്ഷെ അവിടെ നിർത്തിയില്ല. അവിടുന്ന് വെസ്റ്റ് ഹാമിൽ പോയി കുറെ കാലം നന്നായി കളിച്ചിട്ടാണ് ആർസണലിലേക്ക് 2 സീസൺ മുമ്പ് വരുന്നത്. റൈസ് ഇപ്പൊ ആർസണലിനും ഇംഗ്ലണ്ടിനും 2 പേർക്കും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ. എന്ന് വെച്ചാൽ വളരെ നല്ലൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ്. പിന്നെ ഈ സെറ്റ് പീസ് ഇത് വരുമ്പോ കോർണർ ആയാലും ഫ്രീ കിക്ക് ആയാലും ആ ഒരു കഴിവുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഫ്രീ കിക്ക് എടുക്കേണ്ടത് ഞാൻ ഇതുവരെ കണ്ടു. ഇത് രണ്ടും ആദ്യത്തെ ഫ്രീ കിക്ക് ശരിക്കും സീക്കോന്റെ സ്കോട്ട്ലൻഡിനെതിരെ 1982 അടിച്ച അതേ ഒരു ആംഗിളിൽ കർവ് ചെയ്തിട്ടാ പോയത്. രണ്ടാമത്തെ അതിലും ഗംഭീരമായിരുന്നു ശരിക്കും. അപ്പൊ അത് പക്ഷെ അത് മാത്രല്ല കേട്ടോ, പ്രധാനപ്പെട്ട കളിക്കാരൻ ബുക്കായോ സാക്കയായിരുന്നു. ഈ മെറീനോന്റെ ഉഗ്രം ഗോളായിരുന്നു. സാക്ക പക്ഷെ ഈ ഡേവിഡ് അലബ എന്ന് പറഞ്ഞ ഡിഫൻഡർ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഡിഫൻഡർമാരിൽ ഒരാളാണ്. അലബ ഇപ്പൊ പരിക്കുന്ന തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും സാക്കയുടെ എതിരെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. സാക്ക ഇങ്ങോട്ട് വരുമ്പോ അലബ അങ്ങടാ പോണത്. അപ്പൊ അത് പണ്ട് ജോർജ് ബെസ്റ്റിനെ പറ്റി ഹ്യൂ മാക്ൽവെനി എഴുതിയിട്ടുണ്ടായിരുന്നു, ഹി ഗേവ് ഡിഫൻഡേഴ്സ് ട്വിസ്റ്റഡ് ബ്ലഡ്. അതുപോലെയായിരുന്നു ശരിക്കും. സാക്ക എങ്ങടാ പോണെന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല റിയലിന്റെ ഡിഫൻഡേഴ്സിന്. അപ്പൊ അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അർഹിച്ച ഒരു ജയമാണ്. അല്ലാതെ പലപ്പോഴും ഇപ്പൊ 3 ഗോളൊക്കെ കൗണ്ടർ അറ്റാക്കിലൊക്കെ അടിച്ചിട്ട് ടീമുകൾ ജയിക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല ശരിക്കും. അതുപോലെ ഈ കോച്ചിന്റെ മൈക്കൽ ആർട്ടേറ്റ ആ ഒരു ടാക്ടിക്സിനെ പറ്റിയും കുറേയധികം അതിനുശേഷം വാഴ്ത്തുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് ആണ് കൂടുതൽ ഡോമിനൻസ് കാണിച്ചത്. ടാക്ടിക്സ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കളിക്കാർ വളരെ ആ ഇന്റൻസിറ്റിയിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പൊ ഒരു വലിയ കളി വരുമ്പോ നമ്മൾ നോക്കുക, ഈ സെക്കൻഡ് ബോൾ, ഇപ്പൊ ഒരു ബോൾ ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാ സെക്കൻഡ് ബോളിലേക്ക് ആദ്യം എത്തണം. അത് എല്ലാ സെക്കൻഡ് ബോളും ആർസണൽ എത്തിയത്. ടാക്കിളായാലും അവര് ഏകദേശം എല്ലാ ടാക്കിളും ജയിച്ചു. കളിക്കാർ ഓടണത്, പൊസിഷൻസിൽ നിൽക്കുന്നത്, ഇതൊക്കെ സുപ്പീരിയർ ആയിരുന്നു. റിയാലിന്റെ ഒരുവിധം എല്ലാ കളിക്കാരും അവരുടെ സാധാരണ ലെവലിന്റെ ഒരു സ്റ്റെപ്പ് താഴെയായിരുന്നു. എംബാപ്പെ ഫസ്റ്റ് ഹാഫ് കളിച്ചു, രണ്ടാം പകുതിയിൽ ആരും കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ മോശമായൊരു പ്രദർശനം തന്നെയായിരുന്നു രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച്. അതുപോലെ ഈ ഗോൾ കീപ്പറുടെ ആദ്യത്തെ ഹാഫിലെ പ്രകടനത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ, 2 നല്ല സേവ്. അതായത് അതെങ്ങനെയാ, അതും പ്രധാനപ്പെട്ട സേവ് ആയിരുന്നു. ആദ്യത്തെ ചാൻസ് ശരിക്കും എംബാപ്പെ സ്കോർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പല ഫസ്റ്റ് ഹാഫിൽ പല സ്റ്റേജിലും അങ്ങനെ റായ ഒന്നുമില്ലെങ്കിൽ വന്ന് ആന്റിസിപ്പേറ്റ് ചെയ്ത് കളക്ട് ചെയ്തു, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തു, സേവ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ആദ്യ പകുതിയിൽ ആ റിയാലിന്റെ ആദ്യത്തെ ഒരു ത്രെറ്റ് അവർക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയത് കാരണം രണ്ടാം പകുതിയിൽ കുറെ കൂടി കോൺഫിഡൻസോടുകൂടി കളിക്കാൻ പറ്റി. ഇതിൽ ഇനിയിപ്പോൾ റിയൽ മാഡ്രിഡിന് ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് അപ്പം നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ, മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടൊക്കെ പണ്ട്. പക്ഷെ 3 ഗോളിൽ നിന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഇവർക്കിപ്പോ ആർസണലിനിപ്പോ മെഡ്രിഡ് പോയിട്ട് 10 ആളെ വെച്ച് ഡിഫെൻഡ് ചെയ്യാം.
കൗണ്ടർ അറ്റാക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ സാക്ക ആയാലും ട്രോസാഡ് ആയാലും റൈസ് ഇവർക്കൊക്കെ ആ ഗോൾ അടിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് എപ്പോഴും ഒരു റിസ്ക് ആണ്. എന്താ വെച്ചാൽ മെഡ്രിഡിനെ അറ്റാക്ക് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല, 3 ഗോൾ വേണല്ലോ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ അവരെല്ലാവരും ഇറങ്ങി കളിക്കേണ്ടി വരും. അപ്പൊ ആ ഗ്യാപ്പ് ഉണ്ടാവും. അത് ഈ സാക്ക പോലത്തെ ഒരു കളിക്കാരന് തീർച്ചയായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കളിയും പാരീസ് സെയിന്റ് ജർമ്മനും പിന്നെ ആസ്റ്റൺ വില്ലയും തമ്മിലുള്ളത്, ആ കളി എങ്ങനെയാ? അവര് എനിക്കിപ്പോഴും തോന്നുന്നത് എല്ലാരും ബാഴ്സലോണയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ജയിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ടീം PSG ആണ്. പക്ഷെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഡിഫൻസ് വളരെ സോളിഡ് ആണ്. ഇപ്പൊ ആൻഫീൽഡ് പോയിട്ടൊക്കെ ഒരു യൂറോപ്യൻ കളിയിൽ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. പിന്നെ ഇപ്പൊ ഇന്നലെ തന്നെ ആസ്റ്റൺ വില്ല ഒരു ഗോൾ അടിച്ചത് അത് കൗണ്ടർ അറ്റാക്കില്, നല്ല ഗോളായിരുന്നു അത്. പക്ഷെ 74% പൊസിഷൻ PSG-ക്കായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ യൂറോപ്യൻ ഫുട്ബോളിൽ കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരൻ ഇപ്പൊ PSG-യിലാണ്, ക്വാരറ്റ്സ്കേലിയ, ജോർജിയയുടെ കളിക്കാരൻ. മുമ്പ് നേപ്പിൾസ് ഇപ്പൊ പാരീസിൽ ഇപ്പൊ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വന്നതാണ്. ഈ ക്വാരറ്റ്സ്കേലിയ ഫോമിലാണെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല. ക്വാരഡോണ എന്നാണ് അവര് നേപ്പിൾസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാരഡോണയ്ക്ക് ഫിസിക്ക് ഉണ്ടായിരുന്നില്ല, സ്കില്ലായിരുന്നു. ഈ ക്വാരറ്റ്സ്കേലിക്ക് പേസ് ഉണ്ട്, ബോഡി ഉണ്ട്, അതേ സ്കിൽസും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കളിക്കാരനെ തടയാൻ പറ്റില്ല. ആ രണ്ടാമത്തെ ഗോള് ഭയങ്കര ഗോളായിരുന്നു. ഓടി പാസ് കളക്ട് ചെയ്ത് ഓടി കട്ട് ചെയ്ത് ഡിഫൻഡറെ മറ്റേ വഴിക്ക് വിട്ടിട്ട് നിയർ പോസ്റ്റിൽ ഷോട്ട്. സാധാരണ നമ്മൾ പറയാം നിയർ പോസ്റ്റിൽ ഷോട്ട് വരുമ്പോ ഗോൾ കീപ്പർ തടുക്കണം എന്നാണ്. പക്ഷെ ഇത് ബുള്ളറ്റ് പോലത്തെ ഒരു ഷോട്ട് ഒരു ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഇവിടെയും ഇനിയത്തെ സാധ്യത എന്താണ്? അത് വില്ല പാർക്കിൽ അവർക്ക് നല്ല സപ്പോർട്ടായിരിക്കും ആസ്റ്റൺ വില്ലയ്ക്ക്. എന്താ വെച്ചാൽ അവർ സാധാരണ ഇങ്ങനത്തെ ഒരു ചാമ്പ്യൻസ് ലീഗിലൊന്നും കളിക്കാത്ത ടീമാണ്. അപ്പൊ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നുള്ള പോലെ കാണികൾ പോയിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ലൂയിസ് എൻറിക്കെ എന്നുള്ള കോച്ചിന് ഈ ടീമിന്റെ മേലെ അത്രയും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എംബാപ്പെ പോയപ്പോ പറഞ്ഞ് കുഴപ്പമില്ല, ഇനി കുറച്ചും കൂടി നല്ല ടീമാവും ഞങ്ങളെന്ന്. ഇപ്പൊ അദ്ദേഹം കളിക്കാൻ ആശിക്കണം, അതേപോലെ തന്നെയാണ് ആ ടീം കളിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവര് വില്ല പാർക്കിലും പോയി ഒന്നുമില്ലെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ സമനിലയായിട്ട് മുന്നോട്ട് അടുത്തതിലേക്ക് സെമിയിലെത്തുന്നതാണ്. പിന്നെ മറ്റൊരു കളി മിലാനും ബയൺ മ്യൂണിക്കും തമ്മിലായിരുന്നു. ആ കളി കണ്ടിരുന്നല്ലേ? അതെ, കണ്ടിരുന്നു. എന്താണ് അതിന്റെ ഒരു അത് ശരിക്കും നമ്മുടെ ലോട്ടാറോ മാർട്ടിനസിന്റെ മികവ് കാരണം മാറിയൊരു കളിയാണ് ഫസ്റ്റ് ഗോള്. ആദ്യ പകുതിയിൽ ചാൻസ് മുഴുവൻ ബയണിനായിരുന്നു. മൈക്കിൾ ഒലീസ എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ പാലസിന് പോയ കളിക്കാരൻ ഈ സീസൺ ജർമ്മനിയിൽ തന്നെ ഏറ്റവും നല്ല കളിക്കാരനാണെന്ന് പറയാം. ഒലീസ കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഹാരി കെയ്ൻ പോസ്റ്റ് അടിച്ചു, അങ്ങനെ പല ചാൻസസും ഉണ്ടായിരുന്നു. പക്ഷെ ഇഞ്ചുറി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ടീമായിരുന്നു ഇപ്രാവശ്യത്തെ. അതെ, അതുണ്ട്. അത് പക്ഷെ ഇപ്പൊ ഈ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോ ഇഞ്ചുറി ഇല്ലാത്ത ഒരു ടീമും ഇല്ല. എല്ലാവർക്കും ഏതെങ്കിലും പൊസിഷനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ഗോള് വലിയൊരു ഗോളായിരുന്നു. ആ മാർട്ടിനസിന്റെ ഫിനിഷ്, തുറാമിന്റെ ഒരു ഹെഡർ അല്ല, ഒരു ഫ്ലിക്കും മാർട്ടിനസിന്റെ ഫിനിഷും. അതെ, അതും ഉഗ്രം ഗോളായിരുന്നു. ആ 2 ഗോളും സെറ്റപ്പ് ചെയ്ത കാർലോസ് അഗുസ്റ്റോ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ബാക്കിന്റെ ക്രോസ് എന്നാണ് 2 ഗോളും വരുന്നത്. പക്ഷെ അത് ബയണിന് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കളിയായിരുന്നു. അപ്പൊ ഒരിക്കലും ഞാൻ അവരെ എഴുതി തള്ളില്ല. എന്നുവെച്ചാൽ അത്രയും നല്ല കളിക്കാരുള്ള ടീം. ഇപ്പൊ ഹാരി കെയ്ൻ, ഒളീസെ, മൂസിയാൽ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ആ ഒരു ഏറ്റവും വലിയൊരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് ഇല്ല. ഇപ്പൊ ബാഴ്സലോണയിൽ നിന്ന് നിങ്ങൾ യമാലിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ PSG ഉസ്മാൻ ഡെംബലെ മാറ്റി നിർത്തുക, അവര് പകുതി ടീമാവും. അതുപോലെയാണ് മൂസിയാൽ ഇല്ലാത്ത ബയൺ എന്ന് പറയുമ്പോൾ കുറേ കൂടി ഡിഫെൻഡ് ചെയ്യാൻ കുറേ കൂടി എളുപ്പം. എന്താ വെച്ചാൽ പ്രെഡിക്റ്റബിൾ അറ്റാക്കാണ് കുറേ കൂടി. ഒരു ജീനിയസ് കളിക്കാരനുള്ളപ്പോൾ നമുക്ക് എവിടെ ബോള് പോവാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ. അതാണ് ഇതിൽ ഈ നാല് കളികളിലും വെച്ചിട്ടേ കോച്ചുമാരുടെ ഒരു നിർണായക കളികളും കൂടിയായിരുന്നു. ഇപ്പൊ എൻറിക്കെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ബ്രസീലിന്റെ പുതിയ കോച്ച് ഈ ഒരു
ചില തോൽവികളിൽ നിന്നും പുതിയൊരു കോച്ച് ഉണ്ടാവും എന്നുള്ളൊരു ഇത് വരുന്നില്ലേ? അതെ, എനിക്ക് തോന്നുന്നത് റിയൽ മെഡ്രിഡ് ഇതിന്ന് പുറത്തായാൽ മിക്കവാറും പുറത്താവും ചെയ്യും ഇനി. പിന്നെ ലാ ലീഗയിൽ ഇപ്പൊ ബാഴ്സലോണയ്ക്ക് 4 പോയിന്റ് ലീഡ് ഉണ്ട് മെഡ്രിഡിന്റെ മേലെ. അപ്പൊ ഇത് 2 കോമ്പറ്റീഷൻ തോറ്റു കഴിഞ്ഞാൽ ആൻസ്ലോട്ടിയുടെ ജോലി പോവും, ഉറപ്പാണ്. അവിടെ ലീഗ് നേടിയ കോച്ചുമാരെ വരെ സാക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ ഫ്ലോറന്റീനോ പെരസ്. മുമ്പ് സ്പെയിനിൽ ലോകകപ്പ് നേടിക്കൊടുത്ത ഡെൽ ബോസ്കെ മെഡ്രിഡിന്റെ കോച്ചായിരുന്നപ്പോൾ 2003 ലീഗ് നേടി പിറ്റേ ദിവസം എഴുത്തു കൊടുത്തു, ഇനി നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അവർ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ജുവന്റസിനോട് തോറ്റു. അപ്പൊ അത് അങ്ങനത്തെ ഒരു ചെറിയ കാരണം മതി അവിടെ ഒരു കോച്ചിനെ ഒഴിവാക്കാൻ. അപ്പൊ ഇതിപ്പോ ചാമ്പ്യൻസ് ലീഗും സെമി എത്തിയില്ല, ലീഗും തോറ്റു എന്ന് പറഞ്ഞാല് എന്തായാലും അവിടെ പിന്നെ ബയർ ലെവർക്യൂസന്റെ ചാബി അലോൺസോ കാത്തു നിൽക്കുക ഈ ജോലി കിട്ടാൻ വേണ്ടി. 2 ക്ലബിനും മെഡ്രിഡിനും ബയൺ മ്യൂണിക്കിനും 2 പേർക്കും കളിച്ചതാണ്. പക്ഷെ മ്യൂണിക്ക് ഇപ്പൊ വിൻസെന്റ് കമ്പനിയെ ഒരു സീസണായിട്ടുള്ളൂ ഹയർ ചെയ്തിട്ട്. അപ്പൊ അവരിപ്പം മാറ്റാൻ നോക്കണില്ല. പിന്നെ അലോൺസോന് പോവാനുള്ളത് ഇവിടെയാണ്. ഒന്ന് ലിവർപൂൾ ആയിരുന്നു, അവിടെ ആണ് സ്ലോട്ട് വന്നു. പിന്നെ ആകെ പോവാനുള്ളത് ഇപ്പൊ മെഡ്രിഡാണ്. അപ്പൊ അവിടെ ഒരാൾ തയ്യാറായി നിൽക്കുമ്പോ പിന്നെ ആൻസലോട്ടിക്ക് 65 വയസ്സായി. ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇങ്ങനെ 47-48 ആഴ്ച അടുപ്പിച്ച് നമ്മൾ കോച്ച് ചെയ്യണം. നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ കുറേ കൂടി എളുപ്പമാണ്. അപ്പൊ പിന്നെ ബ്രസീൽ ജോലി എന്ന് പറഞ്ഞാൽ എത്ര ആയാലും അതിന്റെ ഒരു ഗ്ലാമർ ഉണ്ട്. മുമ്പ് മരിയ സഗാലോ, ടെലി സാന്റാന ഇവരൊക്കെ ചെയ്തിരുന്ന ജോലി. അപ്പൊ ആ ഒരു ഗ്ലാമർ എന്തായാലും ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ് ഈ ജോലി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് യെസ് എന്ന് പറയും. ബ്രസീലും അത് കാരണമാണ് ആരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല. അവര് നോക്കുകയാണ് ഇപ്പൊ ആൻസ്ലോട്ടി വരുമോ ഇല്ല എന്ന് അറിയാൻ വേണ്ടി നോക്കുകയാണ്. ഈ ചാമ്പ്യൻസ് ലീഗിൽ ദിലീപിന്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? നമ്മളിപ്പോ ഈ കളികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ 3 ഉഗ്രൻ ടീമാണ്. ആർസണൽ, PSG ആയിരിക്കും ഒരു സെമി. മറ്റേത് ബാഴ്സലോണ, ഇന്റർ ആണെങ്കിലും ബയൺ മ്യൂണിക് ആയാലും ബാഴ്സലോണ ജയിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ മറ്റേ സെമി എങ്ങനെ പോകുന്നു നമുക്ക് പറയാനും കൂടി പറ്റില്ല. ഈ 3 ടീമിൽ ഒരു ടീം അത് ഏതാന്ന് ചോദിച്ചാല് ഞാനിപ്പോഴും PSG എന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ ലൂയിസ് എൻറിക്കയ്ക്ക് അത്രയും ഒരു ബാക്കി കോച്ചുമാരുടെ ഒന്നും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യണ്ട. ബാഴ്സലോണ ജോലി പോയതിന് ശേഷം അത് കുറെ കാലം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് പോയ ഒരു മനുഷ്യനാണ്. ബാഴ്സലോണയ്ക്ക് മുമ്പ് കളിച്ചിരുന്ന കളിക്കാരനും കൂടി ആയതുകൊണ്ട് ആ ജോലി പോയതൊരു വലിയ അടിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് ഒരു ചാൻസ് ഈ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ. എനിക്ക് ഒരു സംശയമുണ്ട് PSG കൊല്ലാണോന്ന്. അവർ ഇത്രയും കൊല്ലം പൈസ ചെലവാക്കിയിട്ട് ഇപ്പോഴാണ് ജയിക്കാൻ ശരിക്കും ഒരു ചാൻസ് ഉള്ളത്.